കള്ളാടി മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധന പൂർത്തിയായി. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അന്തിമ നിഗമനത്തിലെത്തൂ എന്ന് ജിയോളജിസ്റ്റ് ഡോക്ടർ CP രാജേന്ദ്രൻ പറഞ്ഞു. അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും. സമഗ്ര പഠനത്തിന് ശേഷമേ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറൂ. പുഴയിലെ മാലിന്യം നീക്കുന്നതിൽ ജില്ലാ ഭരണകൂടമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും CP രാജേന്ദ്രൻ പറഞ്ഞു. വന്നിട്ട് ഈ വിദഗ്ധ സമിതിക്ക് ആദ്യം ഈ സ്ഥലം കണ്ടു, അതിനുശേഷം എന്താണ് ഇപ്പോൾ കാണുന്നത് തോന്നുന്നത്? പ്രാഥമികമായിട്ട് എന്താണ് അങ്ങനെ പ്രാഥമികമായിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാൻ ഇത്തിരി പ്രയാസമാണ്. നമുക്ക് അവിടെ നമ്മുടെ ഓൺ സ്ഥലത്ത് പോയിരുന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ അത് ആളുകൾ വളച്ചൊടിക്കും. നമുക്ക് ഡിപ്പെൻസ് അത് ഗവൺമെൻറ് വിചാരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അത് ഇവരൊക്കെ വളരെ സഹകരിച്ചു, എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പോൾ ഞാനിത് ഇപ്പോഴാണ് ആദ്യമായിട്ട് സ്ഥലം കാണുന്നത്, നടന്ന സംഭവം. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ദീപക്, ആ ചോദ്യം അതായിരുന്നു, പ്രാഥമികമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോന്ന്. പക്ഷേ അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധനയും കൃത്യമായിട്ടുള്ളതെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ ഒരു പ്രാഥമിക റിപ്പോർട്ടിലേക്കും അന്തിമ റിപ്പോർട്ടിലേക്ക് അടക്കം അന്തിമ നിഗമനത്തിലേക്ക് അടക്കം എത്താൻ പറ്റൂ. നമുക്കറിയാം, ഒരു ദുരന്തമുണ്ടാക്കിയ ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം വരണമെങ്കിൽ ഈ അന്തിമ നിഗമനം, ആ റിപ്പോർട്ട് എത്തണം. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പം മുൻപാണ് ഈ കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ പരിശോധന നടത്തിയത്. അതിൽ പ്രധാനമായും ഭൗമശാസ്ത്രത്തിനുമൊപ്പം IIT-യുടെ വിദഗ്ധർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ പരിശോധന നടത്തി. ഇപ്പോൾ അവർ ആനക്കാംപൊയിൽ ഭാഗത്തുള്ള തുരങ്കപാതയുടെ ആ ഭാഗത്തും പരിശോധന നടത്തും എന്നാണ് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വാദങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലെത്താനാവൂ എന്നാണ് സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള CP രാജേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അവർ പ്രധാനമായും കേട്ടത് നിർമ്മാണ ചുമതലയുള്ള ദിലീപ് ബിൽഡ്കോണിന്റെ അധികൃതരുടെ വിശദീകരണമാണ്. വേഗത്തിൽ ഒരു നിഗമനത്തിലെത്താനാകില്ല. ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഇപ്പോൾ 1 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം അടക്കം വിദഗ്ധ സമിതി പരിശോധിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്നതും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ വിദഗ്ധ സമിതി ഈ മുകൾ ഭാഗത്ത്, തുരങ്കപാതയുടെ മുകൾ ഭാഗത്ത് മൺകൂന കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അതിന് പിൻഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം പാറയോട് ചേർന്ന് കിടക്കുന്ന മണ്ണിടിഞ്ഞ സ്ഥലത്തും പരിശോധന നടത്തി. പാലത്തിലടക്കം പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ എല്ലാ സാങ്കേതിക വശങ്ങളും വിലയിരുത്തിയാണ് വിദഗ്ധ സമിതി ഇവിടെ പരിശോധന നടത്തിയത്. പുഴയിലെ മാലിന്യമടക്കം നീക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിനോട് നിർദ്ദേശമടക്കം തേടിയിട്ടുണ്ട്. ഏതായാലും ഭൗമശാസ്ത്രത്തിനടക്കം മറ്റ് വിദഗ്ധ സമിതികൾ അടങ്ങുന്ന സംഘമാണ് മേഖലയിൽ പരിശോധന നടത്തിയത്. ഏറ്റവും സുരക്ഷിതമായി ഈ മണ്ണ് ഇവിടെ നിന്ന് എളുപ്പത്തിൽ മാറ്റാം. അതോടൊപ്പം തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള വിശദമായ ഒരു പരിശോധന നടന്നിട്ടുണ്ട്. ഏതായാലും 1 മാസത്തിനകം സമഗ്രമായൊരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുവാനാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ തീരുമാനം. ഇരട്ട അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരിസ്ഥിതി ലോല മേഖലയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും തുരങ്ക നിർമ്മാണത്തിന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നമില്ല എന്നും ഒരു വിഭാഗം വിമർശനം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും തുരങ്കപാതയുടെ ഭാവി എന്താണെന്ന് നിർണ്ണയിക്കുക. ശ്രുതി, തീർച്ചയായിട്ടും 1 മാസത്തിനകം റിപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു പരിശോധന അടക്കം പൂർത്തിയാക്കിയിട്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ്. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകി.